ഹേയ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് 4 മാസം മുന്നേ ഞാനൊരു ഐവിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇപ്പോഴും ഇതിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു വ്ളോഗാക്കാൻ വിചാരിച്ചതാണ് ഞാൻ. അങ്ങനെ നല്ലൊരു അടിപൊളി സൺസെറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡിന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പൊറാട്ടയും അൽഫാമും ആയിരുന്നു. അതും കഴിച്ച് അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ റൂം കേട്ടോ. വന്നേക്കാൻ ഞങ്ങൾ ഫ്രഷായി. സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്വിമ്മിങ് പൂളിലെ ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അധികം എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ പിന്നെ ഉണ്ടായിരുന്ന ക്യാമ്പ് ഫയർ ആയിരുന്നു. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ക്യാമ്പ് ഫയർ. ഇപ്പോൾ ഈ വിഷ്വൽസ് കാണുമ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്നും കൂടി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ സാർമാരും ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഭയങ്കര വൈബായിരുന്നു കേട്ടോ ആ നൈറ്റ്. ഇത് കണ്ടാൽ മനസ്സിലാവും. നവീദും അൻസിലും ഈ ക്യാമ്പ് ഫയർ കൊണ്ട് അവരുടെ ഡാൻസും പാട്ടും ഇതൊന്നുമല്ല, ഇതിനും അപ്പുറം വീഡിയോസ് ഉണ്ട്. പക്ഷെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ വിചാരിച്ചതേ അല്ല ഞാൻ യൂട്യൂബിൽ വ്ളോഗൊന്നും ഇടുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അന്ന് എന്തോ ഒരു ഇതിൽ ടേക്ക് ചെയ്താണ് ഇതൊക്കെ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കുട്ടികൾ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ സീനിയേഴ്സിൻ്റെ കൂടെയായിരുന്നു ഐവിക്ക് പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറയാലോ ഗൈസ്, അടിപൊളിയായിരുന്നു ട്രിപ്പ്. ഇപ്പോഴത്തെ കാലം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് കോളേജിലാകെ കോളേജ് ടൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗെയിം കളിക്കാൻ വിചാരിച്ചിട്ടോ. ചോറ് ഒറ്റ നൈറ്റ് ഉണ്ടായിട്ട് ഞങ്ങളങ്ങനെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുള്ള് സംസാരിച്ചിട്ടും അങ്ങനെയൊക്കെ കിടക്കുകയായിരുന്നു. കണ്ടിട്ടും കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, വേറെ പാട്ടാണ്. നോക്കിയിട്ടും കാണുന്നില്ല. ഇങ്ങനെ മോർണിംഗ് ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നടക്കാൻ പോയിട്ടോ. രാവിലെ തന്നെ നീച്ച് നടന്നു. അപ്പോൾ കണ്ട കുറച്ച് വിഷ്വൽസാണിത്. എന്താ പറയുക, ഭയങ്കര മഞ്ഞ് മൂടിയാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ ഡിന്നർ കഴിച്ച അതേ ഹോട്ടലിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ റൂമിൻ്റെ അടുത്തായിരുന്നു ഈ റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് തന്നെ പോണ വഴിയിൽ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ച്. ഞങ്ങൾക്ക് ഇവിടെ ഇടിയപ്പം ഉണ്ടായിരുന്നു, വെള്ളപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക എല്ലാതും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ ഇടിയപ്പവും മുട്ടക്കറിയും പിന്നെ കടലക്കറിയും ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തൊക്കെയോ കഴിച്ചെന്ന്, എന്താ കഴിച്ചെന്ന് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ഫുള്ള് ബസ്സിലായിരുന്നു നേരെ പോണത്. എടക്കൽ ഗുഹയ്ക്ക് ഒരുപാട് കയറി പോകാണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡാവും. അതിന് മുന്നേ നമ്മൾ കുറച്ച് കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടോ. അതിൻ്റെ വിഷ്വൽസാണിത്. ഒരുപാട് കയറാണ്ട്, സത്യം പറയില്ല, നമ്മൾ കുഴങ്ങും. അങ്ങനെ കുറേ കയറിയതിന് ശേഷം ചെറിയ പാറകൾക്കിടയിലൂടെ നോക്കിട്ടോ. ഇതാണ് സീന്. ഒരാൾക്ക് ഇന്ന് നമ്മള് ഗുണാകേവിലെത്തിക്കണ്. ഗുണാകേവിലെത്തിയപ്പോ ഈ മരപ്പട്ടിനെ കണ്ട്. മരപ്പട്ടിനെ ഇപ്പൊ ഒരു മരമുണ്ട്. ഇതായോടൊന്നും കിട്ടാത്തൊരു പരിചയം. പിന്നെ ഇതുവരെ കാണാത്ത പുലി, പുള്ളിപ്പുലി എന്നൊക്കെ പറയാ. അജാതി പുലി. ഞാൻ വെള്ളപ്പുലി. ഇത് വെള്ളപ്പുലിയില്ല, കള്ളപ്പുലി. ഇത് എന്താ അറിയില്ല, നീലത്തെണ്ണീങ്ങര അടിഞ്ഞതാകുന്നുണ്ട്. ഇതെന്തായിട്ടാന്ന് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അജാതി സാധനം. സോറി, ഇനി ഒരാള് കാണാത്ത ലൈറ്റ് ഉണ്ട്. ആഫ്രിക്കൻ തത്ത. വിജയ് സാറുണ്ട്, ഉണ്ട്.
അവളുണ്ട്, ഇവനുണ്ട്, ലെവളുണ്ട്. ലെവളെപ്പം ഇവളുണ്ട്, ഇവളെപ്പം ലെവളുണ്ട്. അങ്ങനെ മേലേക്ക് അവിടെ പോയിട്ട് അടിപൊളി വ്യൂ കാണുന്നുണ്ട്. കുറുവ റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല ചിക്കൻ ബിരിയാണി കഴിച്ച് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾക്ക് ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ അവിടെയുള്ളൊരു മാറ്റൊലി റേഡിയോ സ്റ്റേഷനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ സ്റ്റുഡിയോ കൊണ്ടുപോയിട്ടോ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഗസ്റ്റ് ഞങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരികയാണ്. പേപ്പർ കൊണ്ട് എങ്ങനെ 500 രൂപ നോട്ടാക്കുക എന്നുള്ളതിന്. അങ്ങനെ അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടിണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ടൈം ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊരു അടുത്തുള്ള ഡാം പോകാൻ വിചാരിച്ച് അവിടെ പോയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവുക. അങ്ങനെയാണ് 1 ഡേ ട്രിപ്പാണ്. വയനാട്ടിലേക്ക് ട്രിപ്പ് പോകുന്നത് ഞാൻ 1-2 തവണ അല്ല കേട്ടോ. ഞാൻ 7ാം ക്ലാസ്സിനും 5ാം ക്ലാസ്സിനൊക്കെ ട്രിപ്പ് പോയത് വയനാട്ടിലേക്കാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് എവിടേക്ക് ട്രിപ്പ് പോവുകയാണെങ്കിലും ഒന്നും ഊട്ടി അല്ലെങ്കിൽ വയനാട് ഇതിന് പ്ലേസൊക്കെ ആയിരിക്കും. പക്ഷേ ഇതുവരെ പോയതിനേക്കാട്ടി അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ എനിക്ക് കിട്ടിയത്. ഇപ്പോൾ പോയതും 7ാം ക്ലാസ്സിൽ നിന്ന് പോയതും എപ്പോഴും എൻ്റെ മെമ്മറിയിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഈ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഡാം പോവുകയാണ്. ആ ചങ്ങായി അങ്ങനെ 100 രൂപ ആക്കി. അങ്ങനെ ഞങ്ങളങ്ങനെ പോവുകയാണ്. ഒരുപാട് മുമ്പ് ഞാൻ ഈ ഡാമിലേക്ക് വന്നപ്പോൾ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കയറാൻ. പക്ഷേ ഇവിടുന്ന് കയറാൻ പറ്റിയില്ല. പിന്നെ വേറൊരു ഡാം പോയപ്പോൾ അവിടെ നിന്ന് കയറിയിട്ടോ. എന്നാൽ കാരാപ്പുഴ ഡാം പോയപ്പോൾ അവിടെ നിന്ന് കയറി. ഇവിടെ അപ്പോൾ 6 മണി വരെ ഉള്ളൂ പറഞ്ഞിട്ടപ്പോൾ ക്ലോസ് ചെയ്തിരുന്നു. ഫാമിലീൻ്റെ കൂടെ പോയ ടൈമിലായിരുന്നു. അത് ഒരുപാട് ഇയർ ആയിട്ടോ. ഞാൻ 10 പഠിക്കുമ്പോഴായിട്ട്. അങ്ങനെ ഇവിടുന്ന് ഒരുപാട് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. ഇതുവരെ ഫോട്ടോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ പോയിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നേരെ ബസ്സിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ പോകുന്നത്. ചപ്പാത്തിയും ഗീ റൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചപ്പാത്തി എടുത്തത്. പിന്നെ ഫുൾ വൈബായിരുന്നു കേട്ടോ. അവിടെ എത്തോളം വൈബായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഉറങ്ങാതിരുന്ന് ചില്ലായി കളിക്കുമായിരുന്നു. മിസ്സാണെങ്കിലും സാറാണെങ്കിലും ഒരുപോലെ ഇരുന്ന് വൈബ് അടിക്കുമായിരുന്നു കേട്ടോ കുട്ടികളൊപ്പം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ നല്ല മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ മുന്നേ കുറച്ച് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഇതൊക്കെ കാണുമ്പോൾ ആ ഡേയ്സൊക്കെ നമുക്ക് മിസ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാം അപ്ലോഡ് ചെയ്യാൻ തോന്നി. കാരണം ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോസായിട്ടും ഒക്കെ പോവും. അപ്പോൾ യൂട്യൂബിലാകുമ്പോൾ ഇത് കാണാമല്ലോ എപ്പോഴെങ്കിലുമൊക്കെ. അതൊരു റീസണാണ് ഇതിടാനുള്ള. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ കോണ്ടൻറ്റ് ചെയ്യുക. എനിക്ക് ചെയ്യാൻ പറ്റിയ കോണ്ടൻറ്റൊന്നും ഇപ്പം എനിക്ക് കിട്ടണില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്ളോഗ് ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് ഇടുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് ഈ വ്ളോഗ് ഇടുന്നു. ഞാനിതിൻ്റെ ഷോർട്സൊക്കെ മുന്നേ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് പറഞ്ഞാൽ അവിടെ പോയിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും ഇതേപോലെ തന്നെ കോണ്ടൻറ്റ് ചെയ്യാതാകുമ്പോൾ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ എഡ്രിക്കോടാട്ടോ ഇറങ്ങിയത്. കാരണം കോളേജ് ബസ് നേരെ കോളേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എഡ്രിക്കോട് ഇറങ്ങി. എനിക്ക് അവിടെ നിന്ന് സുഖമാണ് പോകാൻ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ, സീ യു.